വാർത്തകൾ. പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. CPM 24-ാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് മധുരയിൽ തുടക്കം. വിവിധ ജില്ലകളിൽ ഇന്ന് വേനൽ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊടകര കുഴൽപ്പണക്കേസിന് നാളെ 4 വർഷം തികയുന്നു. സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കാൻ കഴിയുമോ ട്രംപിന്റെ പകരച്ചുങ്കം പ്രഖ്യാപനത്തിന്? കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ജാതി വിവേചനം, കഴുകക്കാരൻ രാജിവെച്ചു. മദ്യപാനത്തിനെതിരെ ഉപദേശിച്ച പാസ്റ്ററെ കുത്തിക്കൊന്ന യുവാവിന് ജീവപര്യന്തം. ദീർഘദൂര ബസ്സുകൾ സ്വകാര്യ പമ്പിൽ നിന്ന് ഇന്ധനമടിക്കേണ്ടെന്ന് KSRTC. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ എക്സൈസ് അന്വേഷണത്തിൽ കഞ്ചാവ് എത്തിച്ചത് തമിഴ്നാട് സ്വദേശിയെന്ന് വിവരം. വാർത്തകൾ വിശദമായി. പരിഷ്കരിച്ച വഖഫ് നിയമ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു അവതരിപ്പിക്കും. ബില്ലിനെ ശക്തമായി എതിർക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ഇന്ന് മധുരയിൽ തുടക്കമാകുന്ന CPM 24-ാം പാർട്ടി കോൺഗ്രസിന് മുതിർന്ന നേതാവ് ബിമൻ ബസു പതാക ഉയർത്തും. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ സൃഷ്ടിച്ച കൊടകര കുഴൽപ്പണക്കേസിന് നാളേക്ക് 4 വർഷം. എന്നാൽ 2 കുറ്റപത്രങ്ങൾ മാത്രം സമർപ്പിച്ച് കേരള പോലീസ് കേസ് പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ്. ആഗോള വിപണി ആശങ്കയോടെ നോക്കുന്നത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കം പ്രഖ്യാപനത്തിലേക്കാണ്. അധികാരത്തിലെത്തിയതിനു പിന്നാലെ കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിരുന്നു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനം നേരിട്ട കഴുകക്കാരൻ ബാലു രാജിവെച്ചു. 2 ആഴ്ചത്തെ മെഡിക്കൽ അവധി കഴിഞ്ഞ് ഇന്നലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസിലെത്തിയാണ് അഡ്മിനിസ്ട്രേറ്റർക്ക് രാജിക്കത്ത് നൽകിയത്. മദ്യപാനത്തിനെതിരെ നിരന്തരമായി ഉപദേശിച്ച പാസ്റ്ററെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോബിന് ജീവപര്യന്തവും 1.5 ലക്ഷം രൂപ പിഴയും. KSRTC പാലക്കാട് ഡിപ്പോയിലെ മിന്നലടക്കമുള്ള ദീർഘദൂര സർവീസ് നടത്തുന്ന ബസ്സുകൾ സ്വകാര്യ പമ്പിൽ നിന്ന് ഇന്ധനമടിക്കേണ്ടെന്ന് KSRTC. തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയെന്ന് കരുതുന്ന തമിഴ്നാട് സ്വദേശിയുടെ മുറിയിൽ നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്.